ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാംബതേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ ഭക്തമക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് കർക്കിടകം 9-ാം ദിവസമാണ്. കഴിഞ്ഞ നമുക്ക് പിന്നെ സ്തുതിപ്പ് ചൊല്ലിയിട്ട് ചൊല്ലാം. ഒത്തിരി പേപ്പറുണ്ട്, ഒത്തിരി സമയം എടുക്കാം. എനിക്ക് അത്രയും സമയം ചൊല്ലിയും കൂടാ. എന്നാലും നോക്കട്ടെ മക്കളെ, തൊണ്ട കുരുടൊക്കെ ഉണ്ട്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതി. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കർക്കിടകം 9-ാം ദിവസം നമുക്ക് വാൽമീകി ആശ്രമം, അതാണ് വാൽമീകി ഭഗവാനെ ഇരിക്കാനുള്ള, അവിടെ കഴിയാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്ത കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയുള്ള ഹൃദയത്തിലാണെന്ന്. നമുക്ക് കൊടുക്കുന്ന സന്തതം അഭ്യാസ ദൃഢീകൃത ചേതസ സന്തതം ത്വൽപാദ സേവ രഥാത്മനാം സന്തതം ത്വന്നാമ മന്ത്രജപ ശുചി സന്തോഷ ചേതസാം ഭക്തി ദ്രവാത്മനാം അന്തർഗതനായി വസിക്ക. ആരുടെ ഹൃദയത്തിലാണ് ഭക്തി കൊണ്ട് ദ്രവാത്മനാം രമിച്ച് ലീനമായി തീരുക. ഭക്തി വർദ്ധിക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയുണ്ട്, അതാണ് ദ്രവം എന്നത്. ആ ലയം പ്രാപിക്കുക. അങ്ങനെയുള്ളവരുടെ അന്തർഗതനായി ഹൃദയത്തിൽ വസിക്ക നീ സീതയാ. ശ്രീരാമന് സീതയ്ക്കും അങ്ങനെയുള്ള ഹൃദയത്തിൽ വസിക്കാം. ചിന്തിത ചിന്താമണി ദയാവാരിധേ, അതാണ് വാൽമീകി പറഞ്ഞത്. അതായത് ലോകം മൊത്തം പരമാത്മാവിൻ്റെ അല്ലേ, പിന്നെ പ്രത്യേകിച്ച് എന്താ ചോദിക്കാൻ. എവിടെ വേണേലും ഭഗവാൻ എല്ലായിടവും ഉള്ളതല്ലേ. അപ്പോൾ എന്നാൽ ഒരു ഹൃദയം, എങ്ങനെയുള്ള ഹൃദയമാണ് വേണ്ടത്? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എങ്ങനെ ഉള്ള ആളായിരിക്കണം? അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച കൊടുക്കാം. നമുക്കിനി ഇത് കേട്ട് കർണാമൃതം, ഈ അമൃതമാകുന്ന ഈ ചെവിക്ക് കേൾക്കാനുള്ള അമൃതമാകുന്ന ഈ വാക്ക് കേട്ടപ്പോൾ വർണ്ണിപ്പതിന് ആർക്കും ആവതല്ലോ. അത് നമുക്ക് വായിക്കാം. കർണാമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും ആവതുമല്ലല്ലോ. ചിന്മയനായ നിന്നാമ മഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദകൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രവം. ചോരന്മാരോടു കൂടെ ചേർന്ന് നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര. മുനീന്ദ്ര വനത്തിൽ നിന്ന് ഏകദാ സപ്ത മുനികൾ വരുന്ന അതു കണ്ട് ഞാൻ തത്ര വേഗേന ചെന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജന ഘോര മഹാവനി ദൃഷ്ട്വാ സസംഭ്രമം എന്നോടരുൾ ചെയ്തു.
തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യം അത്രയ്ക്കും തുഷ്ടമതേ പരമാർത്ഥം പറകന്ന് തുഷ്ടിയാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവകളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. പുത്രധാരാദികളുണ്ട് എനിക്ക് എത്രയും ശുത്രപ്രീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിരണം. ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേനെ വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാർ അത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നീടും അത്രൈവ ഞങ്ങൾ നിസ്സംശയം. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അത് കേട്ടു ജാത നിർവേദനായി മനസ്സെ ചിന്തിച്ചു ഓരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിന് താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യ തപോധന സംഗമ ഹേതുനാ ശുദ്ധമായി വന്നിതൻ അന്ധക്കരണവും തെക്കുവാ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയാ നമസ്കരിച്ചേൻ പാദസന്നിധോ. ദുർഗതി സാഗരേ മഗ്നനായിടുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളണമേ. ശരണാഗത രക്ഷണം ദൂഷണമല്ലോ മഹാത്മന. സ്പഷ്ടമിത്യുക്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രം ഉത്തിഷ്ഠതേ സന്തതം സ്വത്യസ്തു ചിത്തശുദ്ധി സദ്ദൈവാസ്തുതേ. സദ്യ ഫലം വരും സജ്ജന സംഗമാത് വിദ്വജ്ജനാനാം മഹത്വം ഏതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശം. എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യം ആലോകനം ചെയ്തു മാനസേ ധന്യ തപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തരേറ്റം ദ്വിജാധമനാം ഇവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപി വാ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന. യുദ്ധം ഉക്വാ രാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം രാമരേത്യേവം ജപിക്ക നീ ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് അനാരതം. രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ മോക്ഷമാർഗോ ഉപദേശന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന. യുദ്ധം ഉക്വാ രാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം രാമരേത്യേവം ജപിക്ക നീ ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് അനാരതം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നിത്യം രാമരേത്യേവം ജപിക്ക നീ ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് അനാരതം. ഞങ്ങൾ ഇങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. യുദ്ധം അനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്തിയാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ.
നിഷ്ക്രമിച്ചിടന്ന് ചൊന്നത് കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകൂതരാൽ. വാൽമീക മധ്യതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാൽമീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുരാമനായ വേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും വന്നു തുടങ്ങി. ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന് അവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണാ ത്രിദശകുലപദേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണാ ത്രിദശകുലപദേ. ചിത്രകൂട പ്രവേശം. സീതയാ സാർദ്ധം വസിപ്പതിനായി ഒരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്ന് എഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യ പരിവ്രതനാ മുനി. ചിത്രകൂട അചല ഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തു മാമുനി. തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചവിടെ ഇരിക്കുന്നരുൾ ചെയ്തു. മന്മഥ തുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവിടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്ങിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദം ഉൾക്കൊണ്ടു മേവിനാൻ. ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രനും ഏറിയോരന്തശുചാ ചെന്നയോധ്യ പൂക്കിയിടിനാൻ. ഇവരെ ഗുഹന്റെ അടുക്ക കൊണ്ട് ആക്കിയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ രാജാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക അയോധ്യയിലേക്ക്. സുമന്ത്രനാണല്ലോ രഥത്തിൽ കൊണ്ട് അവിടെ ആക്കിയത് രാമനെയൊക്കെ ഗംഗാനദി എടുക്കാൻ ഗുഹന്റെ അടുത്ത്. വസ്ത്രേണ വക്രവും ആച്ഛാദ്യ കണ്ണുനീരത്യർത്ഥ ഇറ്റിറ്റു വീണം തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്ന് ധീരതയോട് നിർവനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാമുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡ ഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിൽ ഇരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ അതിപാപിയാം എന്നോട് ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയത് എന്നോട് ലക്ഷ്മണൻ എന്തു പറഞ്ഞു. വിശേഷിച്ച് ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും ഹാ രാമാ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാം എന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. യുദ്ധം പറഞ്ഞു കേഴുന്ന നിർവേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്ന് ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടത് തൊട്ടു പരിഗ്രഹിച്ച് അക്കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ച് ദുഃഖിയായി കാരുമേ. ചൊല്ലേണം എന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം. സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും.
മാതാവിനും നമസ്കാരം, വിശേഷിച്ചു ഖേദം എന്നെക്കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവ് അതിഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖ അശേഷവും ധന്യവാക്യ അമൃതം കൊണ്ട് അടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൾ. ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സകൽഗതം ശ്വശ്രുപാദേഷു സാഷ്ടാംഗ നമസ്കാരം. തോണി കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറെ ധൈര്യം ആലംബ്യ മന്ദം നിവർത്തനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടേ വരദ്വയം. ഇഷ്ടയായൊരു കൈകേയിക്ക് രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിന് പാപി എന്തു പിഴച്ചതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായ നീ ദുഃഖം ഉൾക്കൊണ്ട് മരിപ്പാൻ തുടങ്ങും എന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായ വല്ലഭേ. പ്രാണപ്രയാണം അടുത്ത തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ. ശാപപ്രകാരം മനോഹരേ സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്ത് പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർകൊരുവാൻ വന്നവൻ. കുംഭേന വെള്ളം അൻപോട് മുക്കും വിധോ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ട് കുംഭി തുമ്പിക്കൈയിൽ അംഭോഗതം ഇതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢം അയച്ചിടിനേൻ. മുനികുമാരൻ അച്ഛനമ്മയ്ക്കും ദാഹം വന്നപ്പോൾ നദിയിൽ ഇരട്ടത്ത് വെള്ളം എടുക്കാൻ വന്ന് കുടം കൊണ്ട് കുംഭം. അപ്പോൾ വെള്ളം ഉടുണ്ടെന്ന് കേട്ടപ്പോൾ നദീതീരത്തിരുന്ന രാജാവ് വിചാരിച്ച് ആന തുമ്പിക്കൊണ്ട് വെള്ളം കുടിക്കുന്ന സൗണ്ടാന്ന് കരുതി അമ്പ് അയച്ചു. ആനയാന്ന് കരുതി അമ്പ് ചെന്ന് ഏറ്റത് ആ മുനികുമാരന്. അതിൻ്റെ ശാപം എന്നാ ഇത് പറയാം, ആ പിതാവ് ശപിച്ചത്. അങ്ങനെ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിൽ അംഭോഗതം ഇതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ശാപേ ദൃഢമയച്ചിടിനേൻ. ഹാഹാ ഹതോസ്മ്യഹം ഹതോസ്മ്യത. ആ കുട്ടി ഇങ്ങനെ കരയുക, അതായത് ഞാൻ കൊല്ലപ്പെട്ടു ഹാഹാ ഹതോസ്മിതം ഹതോസ്മിതം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും. ഒരു മനുഷ്യന്റെ കരച്ചിലാണെന്ന് അപ്പോൾ രാജാവ് അറിയുന്നത്. ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല. കുട്ടി പറയുക കേനവാഹന്ത ഹതോഹം വിധേ വൃഥ. പാർത്തിരിക്കുന്നതോ മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. അച്ഛനമ്മയും ദാഹിച്ചിരിക്കുന്നു. ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിസ്ത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താവേന ചൊന്നേൻ മുനിസുതനോട് ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാ അപരാധിനം രക്ഷിക്ക വേണമേ. ഞാൻ അറിയാതെ മൃഗയാ വിവശനായ ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്ത് ബാണം ഏതേൻ അതിപാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങൾ വീണു കേണിയിടും എന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കാ നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ട് നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങ് ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോട് അറിയിക്ക, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിയ നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നതു കേട്ടു ശല്യോ ഉദ്ധരണം ചെയ്തു.
പിന്നെ സജലം കലശവും കൈക്കൊണ്ട് ദമ്പതിമാരിയ്ക്കുന്ന അവിടേക്ക് അതിസംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരി. വൃദ്ധതയോട് നേത്രങ്ങളും വേർപെട്ട് അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കും എങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്ന് മറന്നു കളഞ്ഞിതോ. കുട്ടിയെ കാണാഞ്ഞ് അവർ വിഷമിച്ചിരിക്കുന്നു. മറന്നുപോയോ കുഞ്ഞ് വെള്ളത്തിന് പോയിട്ട്. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു ഒരു നാളും മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നെല്ലാം ആദിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദവിന്യാസജധ്വനികൾക്കായി. രാജാവാണ് വെള്ളം കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നടക്കുന്ന സൗണ്ട് കേട്ട് അപ്പോൾ കുട്ടിയാണെന്ന് കരുതി. കാൽ പെരുമാറ്റം മതിയം തഥാ കേട്ടു താല്പര്യമോട് പറഞ്ഞു ജനകനും. പിതാവ് അപ്പോഴും പറയുന്നു, വൈകുവാനെന്ത് മൂലം മമ നന്ദന, വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്തിയാ നമസ്കരിച്ചെത്രയും ഭീതനായ വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം. രാജാവ് പറഞ്ഞു, ഞാൻ കുട്ടിയല്ല, ഞാൻ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു, ഭയന്ന് പറഞ്ഞു. ഇത്തം ആകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്തിയാ പാദത്തിൽ വീണ് നമസ്കരിച്ച് എത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം. പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രോ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നേ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ട് കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ് വെള്ളം. ആന കുംഭിവരൻ എൻ്റെ തുമ്പിക്കയിൽ വെള്ളം കൊള്ളുന്ന ശബ്ദം ഓർത്താണെന്ന് കരുതി. കുടത്തിൽ വെള്ളം നിറക്ക് സൗണ്ട് കേട്ടപ്പോൾ അതാണ്. കുംഭത്തിൽ നീരകം വെള്ളം, പുക്ക ശബ്ദം കേട്ട് കുടത്തിൽ വെള്ളം കയറുന്ന ശബ്ദം കേട്ടപ്പോൾ ആനയ്ക്ക് കുംഭിവരൻ എന്ന് പറയും, കുടത്തിന് കുംഭം എന്നും പറയും. അതുകൊണ്ട് തെറ്റിപ്പോകരുത്. കുടത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ട് കുംഭീവരൻ ആന നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്, അത് തുമ്പിക്കയിൽ വെള്ളം, അമ്പസ് വെള്ളം കൊള്ളുന്ന ശബ്ദമെന്ന് ഓർക്കയാൽ അമ്പയച്ചേനറിയാതെ, അതും ഞാൻ അറിയാതെ അമ്പ് ചെയ്തു ആനയാന്ന് കരുതി. അതും ബലാൽ പുത്രന് കൊണ്ട്. അത് ബലാൽ കൊണ്ടത് ആർക്കാ? കുട്ടിക്കാണ് കൊണ്ടത്. പുത്രന് കൊണ്ട നേരത്ത് കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ര ചെന്നിടിനി. എന്നെ ഭയന്ന് ചെന്ന് കരച്ചിൽ കേട്ടപ്പോൾ ഇത് ആനയല്ലല്ലോ എന്ന് കരുതി. ബാലനെ കണ്ടു നമസ്കരിച്ചേനത് മൂലം അവനും എന്നോട് ചൊല്ലിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞു വയസ്സും ഏറെപ്പുക്ക് പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ. എന്നോട് പറഞ്ഞു, അച്ഛനും അമ്മയ്ക്കും ദാഹം കൊണ്ടിരിക്കുകയാണ്, അവർക്ക് വെള്ളം വെട്ടണമെന്ന് കൊടുക്കണം എന്നോട് കുട്ടി പറഞ്ഞു. ഞാൻ അത് കേട്ടുഴറ്റോട് വന്നേനിനി ജ്ഞാനികളാ നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയൻ അവലംബനം. ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ. നിങ്ങൾ ജന്തുക്കളോട് കൃപയുള്ളവരല്ലേ, എന്നോട് ക്ഷമിക്കണമേ. ഇത്തമാകർണ്യ കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ. അവർ കരഞ്ഞു പറയുന്നു, പുത്രൻ എവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാൻ അത് കേട്ട് അവർ തമ്മി എടുത്ത് അതിദീനതയോടും മകൻ ഉടൽ കാട്ടിനീൻ. അയാൾ പെട്ടെന്ന് തന്നെ അവരെടുത്തുകൊണ്ട് മകന് കാണിച്ചു കൊടുത്തു. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു. ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാർ, നീ ഇനി നല്ല ചിത ചമച്ചിരണം, തീയും ഏറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനേ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും. അവർ 3 പേരും ആ ചിതയിൽ കയറി. മകനെയും വച്ചു, തള്ളയും തന്തയും ജീവനോടെ അതിൽ പ്രവേശിച്ചു. ദഗ്ധദേഹന്മാരുമായി ചെന്ന് 3 വൃത്രാരി ലോകം ഗമിച്ചു വാണിടിനാർ. ദേവലോകത്തേക്ക് ചെന്ന് വൃദ്ധ തപോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്ന ചൊല്ലിനാൻ. ഈ ശാപമാണ് കൗസല്യടുത്ത് പറയുന്നത്. എന്നെ ഒരു തപോധനൻ മരണസമയത്ത് എന്നെ ശപിച്ച ശാപമാണ്, അത് ഞാൻ പറയാം, നീ കേൾക്കൂ. ഇതാണ് കാരണം. ഈ മുനി ചിതയിൽ കയറിയപ്പോൾ പറഞ്ഞു, രാജാവിനോട് പറഞ്ഞ്, പുത്രശോകത്താൽ പുത്രങ്ങളെ വിളിച്ച് കരഞ്ഞ് വിഷമം പിടിച്ച് എന്നെ മരിക്കും. പുത്രശോകത്താൽ മരിക്കുന്ന ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു. അതുകൊണ്ട് എനിക്ക് ഈ ശോകം, ഈ വിഷമം വരാൻ കാരണം ഈ ശാപമാണ്. അതുകൊണ്ട് എനിക്ക് മരണം അടുത്തു.
ശാപകാലം നമുക്ക് ആഗതമായതു താപസവാക്യ അസത്യമായും വരാത്ത താപസന്മാരുടെ വാക്കുകൾ അസത്യമാവുകയില്ല. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു. പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. വീണ്ടും വീണ്ടും കരഞ്ഞു. ഹാ രാമ പുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഹാ ഗുണാബുധേ, നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത്. കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്ക് സുരാലയം. അങ്ങനെ രാജീവനേത്രനെ തന്നെ, ശ്രീരാമനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ശോകം, അത്രമാത്രം പുത്രദുഃഖം, വനത്തിൽ പോയ ദുഃഖം. അപ്പോൾ അത് ആ ശാപം മൂലമാണ് ഇങ്ങനെ വന്നതെന്നാണ് അദ്ദേഹം കൗസല്യടുത്ത് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ സുര ആലയം, ദേവന്മാരുടെ ആലയത്ത് ലോകത്തേക്ക് പോയി. നാരി ജനവിലാപം, എല്ലാ നാരിമാരും വിലപിക്കുകയാണ്. ദുഃഖിച്ചു രാജനാരി ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേടുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോടും ഉഴറി സസംഭ്രമം അന്തഃപുരമകമ്പു കരുളി ചെയ്തു. തൈലമയ ദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ച് ഇന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗം ഏറിയിടും കുതിരയേറിച്ചെന്ന് കേകയരാജ്യം അകമ്പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതെ അയക്കണം. ശത്രുഘ്നനോടും ഭരതനെയും അതിവിദ്രുതം ചെന്നു ചൊൽകന്ന് അയച്ചിടിനാൻ. പിള്ളേർ രണ്ടും അവിടെയാണല്ലോ, കേകയരാജ്യത്ത്. സത്വരം കേകയരാജ്യം അകമ്പുക്ക് നത്വ യുധാജിത്തിനോട് ചൊല്ലിയിടിനാൻ. അങ്ങനെ അവർ വരുവാണ്. ഭരത ആനയനം, അതായത് ഭരതനും ശത്രുഘ്നും കൂടെ അവിടുന്ന് ഇവിടുന്ന് ആളയച്ചു അങ്ങോട്ട്. വേഗതയുള്ള കുതിരയെ പുറത്ത് കയറി പോയി കുട്ടികളെ കൊണ്ടുവരാൻ. കേൾക്ക നിർഭേന്ദ്ര, വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്ക് അയക്കെന്ന് ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ. അവിടെ ചെന്ന് പറഞ്ഞു. വസിഷ്ഠ മഹാമുനി പറഞ്ഞതനുസരിച്ച് ദൂതൻ പറഞ്ഞു, കുട്ടികളെ ഇങ്ങോട്ട് അയക്കണം. അപ്പോൾ നരാധിപൻ വെച്ചാൽ അവിടുത്തെ രാജാവാണ്. ഈ കേകയരാജ്യത്തെ രാജാവ് ഈ പുള്ളിയുടെ മാമനാന്ന് തോന്നുന്നു, അമ്മാവൻ. അങ്ങനെ കുട്ടികളോട് പോകാൻ പറഞ്ഞു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടതു കുമാരന്മാരും പെട്ടെന്ന് തന്നെ അയാളുടെ കൂടെ പോരുന്നു. ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും. കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്താ കാരണമെന്ന്. എന്തോ സംഭവിച്ച, പിതാവിനാണോ സഹോദരനാണോ എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി ബുക്ക് സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. അവിടെ വന്നപ്പോൾ അവിടെ സന്തോഷം ഇല്ല, ശബ്ദമില്ല, ഭ്രഷ്ടലക്ഷ്മീകം ഐശ്വര്യമില്ല, ജനോൽബാധവർജ ജനങ്ങളില്ല, വർജിതം. ദൃഷ്ടുവാ വിഗതോത്സവം രാജ്യം ഇതെന്തൊരു രാജ്യം, ഇതെന്താ അവിടെ കുഴപ്പം, ഒരു ആഘോഷമില്ല. തേജോവിഹീനമകം ബുക്കിതു ചെന്ന് രാജഗേഹം രാജലക്ഷ്മണ വർജിതം. അവിടെ ആരുമില്ല, അവരെല്ലാം ആരുമില്ല. രാജാവും ഇല്ല. രാജാവ് കൗസല്യയുടെ വീട്ടിലല്ലയോ, കൈകേയുടെ വീട്ടിൽ നിന്ന് അവിടേക്ക് കൊണ്ടുപോയല്ലോ. ലക്ഷ്മണനും ഇല്ല, ശ്രീരാമനും ഇല്ല, പിതാവുമില്ല. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്തിയാ നമസ്കരിച്ചിടാരാന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവ് ഉത്ഥായ ഗാഠം ആലിംഗ്യ മടിയിൽ വച്ച് ഉത്തമാങ്കെ മുകർനാശു ചോദിച്ചതു. ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും ഭ്രാതൃ ജനങ്ങൾക്കും ഏതുമേ ദുഃഖമല്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്ത് അതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്ക് ഉള്ളിൽ താതൻ എവിടെ വസിക്കുന്നു മാതാവേ. കുട്ടി മറ്റൊരു ഉത്തരമല്ല പറഞ്ഞത്. കുഞ്ഞിന് അച്ഛനെ കാണാത്ത ദുഃഖം, തള്ളയ്ക്കാണെങ്കിലോ അമ്മാവനും അമ്മയ്ക്കൊക്കെ എങ്ങനെ ഇരിക്കുന്ന അറിയണം. അപ്പോൾ കുട്ടി പറഞ്ഞു, ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതൻ എവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസ്യം ഞാൻ താതനെ പണ്ട് കാൺമീല ഒരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്ന് ഉൾപ്പൂവിൽ ഉണ്ടുമേ താപവും ഭീതിയും. ഇപ്പം നോക്കിയോ, പിതാവ് അവിടെ ഇല്ല, കൗസല്യയുടെ വീട്ടിൽ കാണുന്ന കുട്ടി അറിയുന്നില്ലല്ലോ. അവിടേക്ക് വയ്യാതെ അവിടെ എടുത്തോണ്ടാക്കിയിട്ട് അതുകൊണ്ട് കുഞ്ഞു നോക്കിയപ്പോൾ എന്താ, പിതാവ് അമ്മയുടെ ഇല്ല. അതുകൊണ്ട് മൽപിതാവ് എങ്ങ് പറകുന്നത് കേട്ട് തൽപ്രിയമാശു കൈകേയും ചൊല്ലിനാൾ. പിതാവ് എവിടാണ് പറകുന്നു ചോദിച്ചപ്പോൾ പറയുന്നു,
എൻ മകൻ എന്ത് ദുഃഖിപ്പാൻ അവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലായിടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. നല്ലതാക്കി വെച്ചെന്നാ പറയുന്നത്. കൊച്ചിന് അച്ഛനെ കൊള്ളാൻ വയ്യ, നിനക്കെന്തിനാ ഇനി വിഷമിക്കുന്ന തള്ള ചോദിക്കുന്നത്. അപ്പോൾ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിരുന്ന രീതിയൊക്കെ ആക്കി വെച്ചു. തൊൽപിതാ എത്രയും പറഞ്ഞപ്പോൾ കുട്ടിക്ക് മനസ്സിലായി എന്തോ പന്തികൾ. തൊൽപിതാ എന്ന് കേട്ടൊരു ഭരതനും ക്ഷോണീതലേ ദുഃഖ വിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ഭൂമിയിൽ വീണടന്ന് ഉരുണ്ട് കരഞ്ഞു. ഹാ താതാ, ദുഃഖസമുദ്രേ നിമജ്യമാം ഏതൊരു ദിക്കിന് പോയതോ ഭൂപതേ, എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്റെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്ക് ആരുടയോരിനീ ദൈവമേ. പുത്രൻ ഈ വണ്ണം കരയുന്നതു നേരം ഉത്ഥാപ്യ കൈകേയി കണ്ണുനേരം തുടച്ചു ആശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലം, ഈശ്വരകൽപ്പിതമെല്ലാം അറിയ നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ, ലഭ്യമെല്ലാമേ ലഭിച്ചതറിയ നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു. ഏതാനും ഒന്ന് പറഞ്ഞതില്ലേ മമ, താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ, ശ്രീരാമലക്ഷ്മണ രാമ രാമ. രാമ സീതേ ജനകസുതേതി പുനഃപുനരാതുരനായി വിലാപിച്ചു മരിച്ചത്. വീണ്ടും 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 സീതേ ലക്ഷ്മണ രാമ എന്ന് പറഞ്ഞാണ് മരിച്ചത്. താതൻ അത് സീതേ ജനകസുതേതി പുനഃപുനരാതുരനായി വിലാപിച്ചു മരിച്ചതു താതൻ. അതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ, എന്തയ്യോ താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ? കുട്ടികൾ അറിഞ്ഞിട്ടില്ല വനത്തിലേക്ക് പറഞ്ഞു വിട്ടതൊന്നും. എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൾ, മന്നവൻ രാമൻ അഭിഷേകം ആരഭ്യ തസന്നദ്ധനായ അത് കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. 2 വരം മമ തന്നു തവ പിതാവ് പണ്ട് അതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. 2 വരം മമ തന്നു തവ പിതാ പണ്ട് അതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിന് പോകുന്നു മറ്റേതും. ഭൂമിപൻ തന്നോടിത് കാലം അർത്ഥിച്ചേ. ഇപ്പോൾ ഞാനിങ്ങനെ അർത്ഥിച്ചു. എനിക്ക് പണ്ട് പറഞ്ഞ 2 വരം ഞാൻ ചോദിച്ചു. നിന്റെ പിതാവ് ഈ പിതാവിന് ഇപ്പോഴാണ് അത് ഞാൻ ചോദിച്ചത്. ഭൂമിപൻ തന്നോട് ഇത് കാലം ഇപ്പോഴ് ഞാൻ ചോദിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു. രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകീ ദേവി പാതിവൃത്യം ആലംബ്യ ഭർത്തൃസമം ഗമിച്ചിടിനാൾ ആശു. സൗമിത്രിയും ഭ്രാതാവിനോട് കൂടെ പോയാൻ. താതൻ അവരെ നനച്ചു വിലപിച്ചു. ഖേദേന രാമരാമേതി ദേവാലയം പുക്കാനറിയെന്ന്. അങ്ങനെയാണ് ദേവലോകത്തേക്ക് പോയത്. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്ത് കൈകേയിയും ആഹന്ത ശോകത്തിന് എന്തൊരു കാരണം. രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നിതു, പൂജ്യനായി വാഴുക, ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്ന് കോപിച്ചു നോക്കിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചുപോ അമ്മയെന്ന ആദി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേൻ ഒരു പുണ്യമില്ലാതെ മഹാഭാവി ഞാനഹോ. നിന്നോട് ഉരിയാടരുതിനി ഞാൻ ചെന്ന് വന്നിയിൽ വീണു മരിപ്പാൻ. അല്ലാകിലോ കാളകൂടം കുടിച്ചിടുവൻ, അല്ലാകിൽ വാളെടുത്താശു കടുത്തർത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ, ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം ഭർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ. കുട്ടി കൗസല്യമ്മയുടെ വീട്ടിലേക്ക് പോയി. പാതേ നമസ്കരിച്ച ഒരു ഭരതനെ അവിടുത്തെ അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ചിട്ട് നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞ അതിദീനയായി ഖിന്നയായി ഒരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ട് ജന്മകൻ ദൂരത്തകപ്പെട്ട കാരണം വനത്തിൽ പോയതുകൊണ്ടാണ്. ശ്രീരാമനും അനുജാതനും സീതയും ശ്രീരാമര ജടാധാരികളായി വനം പ്രാപിച്ചത്. എന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിടിനാർ നിർദ്ദയം.
ഹാ രാമ രാമ രഘുവംശ നായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥാ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലം എങ്കിലും ദുഃഖം എന്നെ പിരിയുന്നീൽ ഒരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാന്തുലോം യുദ്ധം കരയുന്ന മാതാവ് തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരമാനസയായ കായിക ഇതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. രാഘവരാജ്യ അഭിഷേകം മുടക്കിയ ആൾ കൈകേയിയാകിയ മാതാവ് മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേ. ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേ. അതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യ ശതജാതമാം പാപവും അമ്മേ പൂജിക്കുന്നതുകൊണ്ട് ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠ മുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ. ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാങ്കേ മുകർന്നാൾ അത് കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രിജനത്തോടു അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതിമതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും ഭുക്തുവ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വ ബഹുധന ദക്ഷിണയും മുതാദെത്വ ത്രിവിഷ്ടമം ഗത്വ യഥാസുഖം ലബ്ധ്വാ പുരന്തര അർത്ഥാസനം ദുർലഭം. വൃത്രാരിമുഖ്യ ത്രിദശോഖ വന്ദ്യനായി ആനന്ദമോടിരിക്കുന്നതിനെന്ത് നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദി വർജിതൻ നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽക്കാരണൻ ദേഹം ജഡം ക്ഷണഭങ്കുരം മോഹൈക കാരണം മുക്തിവിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിന് അവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ നിസാരമെത്രയും സംസാരം ഓർക്കിലോ. സത്സംഗം ഒന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിടുവാൻ നല്ലത് നിത്യമായുള്ളൊരു ശാന്തി അറിയ നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ എന്നോർക്കണമെല്ലാം സ്വകർമ്മവശഗതം. തത്വം അറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്ര അർത്ഥകളത്രാദി വസ്തുന വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. സോപേതമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളം ഉണ്ടെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധബന്ധി ദേഹദേഹികൾക്കെന്നിതും ചിന്തിച്ചു മായാ ഗുണവൈഭവങ്ങളും അന്തർമുതാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്ര അഗ്ര ലഗ്നാമ്പു ബിന്ദുവൽ സമ്പതിച്ചിടും ആയുസ്സും അത് നശ്വരം. കമ്പിത പത്ര അഗ്ര ലഗ്നാമ്പു ബിന്ദുവൽ സമ്പതിച്ചിടും ആയുസ് അതി നശ്വരം. പ്രാക്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലത്താൽ പ്രാക്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണ ശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണ ശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തൻ ഭ്രമണ വേഗത്തിന് മൂലം ഇക്കർമ്മദേഹങ്ങൾ അറിയ നീ. ദുഃഖത്തിന് എന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യ ജനമതം കേൾക്കാൻ ഞാൻ ചൊല്ലുവൻ.
ആത്മാവിനില്ല ജനന മരണവും ആത്മന് ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാം ആനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തം അനാരതം ചിന്തിച്ചു ചിത്തേ ദൃഢമായി അറിഞ്ഞ് ദുഃഖങ്ങളും തെക്കുക തുടങ്ങുക. കർമ്മ സമൂഹവും സത്വമേതും വിഷാദമുണ്ടാകുല. സംസ്കാരകർമ്മം ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും. മിത്രഭൃത്യ അമാത്യ സോദര ഉപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താത ശരീരം എണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവ്വം എടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണ ആലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ ത്രിലോദകം ദ്വാദശവാസരെ ഭക്തിയാ കഴിച്ചതു പിണ്ടവും ആദരാൽ ദത്വാ ത്രിലോദകം ദ്വാദശവാസരെ ഭക്തിയാ കഴിച്ചതു പിണ്ടവും ആദരാൽ. വേദപരായണന്മാരാം ദ്വിജാവലിക്ക് ഓദന ഗോധന ഗ്രാമരത്നാംബര ഭൂഷണ ലേപന താമ്പൂല പൂകങ്ങൾ തോഷേണ ദാനവും ചെയ്തു. സസോദരം വീണു നമസ്കരിച്ച ആശീർവചനം ആ ദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. വീണു നമസ്കരിച്ച ആശീർവചനമാം ദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണൻ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചനുദിനം മാനവവീരനായ ഒരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ അദ്ദിനം. നാനാ സുഹൃജനത്തോടും അനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികേ. അർണോരുഹാസന സന്നിഭന മുനി സ്വർണാസനെ മരുവിടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോട് അംഭോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിയിടുവൻ. സത്യസന്ധൻ തവദാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. അഭ്യുദയാർത്ഥ ഏഷ കൈകേയിക്ക് ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവ അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോട് ചെയ്തിടുവൻ. രാജ്യം അരാജകമാം ഭവാനാൽ ഇനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരാ നീ. താത നിയോഗം അനുഷ്ഠിക്കുകയും വേണം. പാതകമുണ്ടാം അതല്ലാകിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തു വസിഷ്ഠ മുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്ന് അടിയന്നു രാജ്യം കൊണ്ട് കിം ഫലം? മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ. നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. ഭരതന്റെ വനയാത്ര. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആന തേർ കാലാൾ കുതിരപ്പടയോടും ആനക ശംഖപടകവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തമേദിനീ പാലക വൈശ്യശൂദ്രാദിയും സദരം ആശു കൈകൈയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേ ഉള്ളൂ. മൂലഫലങ്ങൾ പൂജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ട് താപസ വേഷം ധരിച്ചു ജടപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേ ഉള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.